ഇന്ത്യൻ വാർത്താ ടെലിവിഷൻ രംഗത്തെ മുടിച്ചൂടാ മന്നൻ വൻകിട നേതാക്കളെയൊക്കെ തൻ്റെ ചൂണ്ടുവിരലിന് മുന്നിലും തൂലികയ്ക്ക് മുന്നിലും അഗ്നിപരീക്ഷണത്തിൽപ്പെടുത്തിയ പാപ്പരാസി പ്രബുദ്ധൻ അർണാബ് ഗോസ്വാമി വിവാദങ്ങളുടെ തോഴൻ. റിപ്പബ്ലിക് TV എഡിറ്റർ ഇൻ ചീഫായിരിക്കുമ്പോഴും മോദിയുടെ കടുത്ത ആരാധകനായി മോദിക്ക് വേണ്ടി വാർത്തകൾ പടച്ചുണ്ടാക്കിയ അർണാബ് ഗോസ്വാമി ഇന്ന് മോദിക്കെതിരെ തിരിയുന്ന കാരണം എന്താണ് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നമുക്കൊന്ന് പുറകിലേക്ക് പോകാം. 2014 43 വയസ്സുകാരനായ രാഹുൽ ഗാന്ധിയെ രാജ്യം ഉറ്റുനോക്കിയ സമയം. ഉടൻ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറിയാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കേണ്ട ആൾ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നു. എതിർവശത്ത് അന്നത്തെ ടൈംസ് നൗ ന്യൂസ് എഡിറ്റർ, ഇന്നത്തെ റിപ്പബ്ലിക്കൻ എഡിറ്റർ ഇൻ ചീഫായ അർണാബ് ഗോസ്വാമി ആയിരുന്നു. പക്ഷേ അഭിമുഖം രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാനായിരുന്നു അയാൾ ഉപയോഗിച്ചത്. മോദിയെ വെള്ളപൂശി നടത്തിയ ആ അഭിമുഖത്തിൽ രാഹുൽ ഒന്ന് പതറി. രാഹുലിനെ മുന്നിലിരുത്തി കോൺഗ്രസിനെയും പ്രതിപക്ഷ കക്ഷികളെയും ജിഹാദികളും രാജ്യദ്രോഹികളുമായി മുദ്രകുത്തി ആക്രമിക്കുകയായിരുന്നു അർണാബ് ഗോസ്വാമി. പിന്നീട് നിരന്തരം മോദിയുടെ നാവായി പലപ്പോഴും അർണാബിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും നിലകൊണ്ടു. പക്ഷേ ഈ അടുത്ത കാലത്തായി അർണാബ് തൻ്റെ നിലപാടുകൾ മാറ്റി കേന്ദ്ര സർക്കാരിനെയും മോദിയെയും കടന്നാക്രമിക്കുന്ന നിലയിലെത്തി. കേന്ദ്ര സർക്കാരിൻ്റെ കൂറ് ജനങ്ങളോടല്ല, കുത്തക മുതലാളിമാരെ സഹായിക്കാനാണ് എന്ന് വിളിച്ചു പറഞ്ഞ് രാജ്യം അത് കേട്ട് അമ്പരന്നു. എന്നാൽ ഒരു വിഷയമല്ല അർണാബ് ഉയർത്തിയത്. കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പല വിഷയങ്ങളിലും അർണാബ് കേന്ദ്രത്തിനെതിരെ വിമർശനം അഴിച്ചുവിട്ടു. ഡൽഹിയിലെ വായു നിലവാര സൂചിക 460 മുകളിലേക്ക് അപകടകരമായപ്പോൾ അർണാബ് തൻ്റെ മാധ്യമത്തിൽ #നോട്ട് ഫോർ AQI എന്ന ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങി. വായു നിലവാര സൂചിക കുറയ്ക്കുന്നവർക്ക് വോട്ട്, അല്ലാത്തവർക്ക് നോട്ട എന്നതാണ് അർണാബ് ഉയർത്തിയ മുദ്രാവാക്യം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ചർച്ചയിൽ നിന്നും മാറി നിന്നത് അർണാബ് നിശിതമായി ചോദ്യം ചെയ്തു. ഒരു പദ്ധതിയുടെ പേര് മാറ്റാൻ യാതൊരു സങ്കോചവും തോന്നാത്ത കേന്ദ്ര സർക്കാരിന് ഡൽഹിയിലെ വായുമലിനീകരണം ചർച്ച ചെയ്യാൻ സമയമില്ല എന്ന് അർണാബ് തുറന്നടിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റലുമായി ബന്ധപ്പെട്ടായിരുന്നു അർണാബ് ഇത് പറഞ്ഞത്. സ്വന്തം മകന്റെ വിവാഹത്തിന് 70 ലക്ഷത്തിന്റെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച മധ്യപ്രദേശിലെ BJP MLAക്കെതിരെ അർണാബ് ഉറഞ്ഞു തുള്ളി. രക്തമാറ്റത്തിനിടെ 6 കുട്ടികൾക്ക് HIV ബാധിച്ച സംഭവം ഉയർത്തി പിടിച്ച് കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അർണാബ്. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം ഒരു ഭരണകൂടത്തെ തന്നെ തകർത്തത് ഓർക്കണമെന്നും അർണാബ് പറഞ്ഞു. ഇൻഡിഗോ വിമാന പ്രതിസന്ധിയും എടുത്തുകാട്ടി അർണാബ്. മോദി സർക്കാർ എന്ന് കൃത്യമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അർണാബിൻ്റെ വാക്ശരങ്ങൾ ഉതിർന്നു വീണത്. വ്യോമയാന വിപണിയുടെ 915% എയർ ഇന്ത്യയും ഇൻഡിഗോയും ചേർന്നാണ് കൈയാളുന്നത്. ഈ കമ്പനിക്ക് തോന്നുന്നത് പോലെ യാത്രാ നിരക്ക് നിശ്ചയിക്കാം, യാത്രക്കാരെ പിഴിയാം, പീഡിപ്പിക്കാം എന്നും കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യം വെച്ച് തുറന്നടിക്കുകയായിരുന്നു അർണാബ്. രാജ്യം ഇതൊക്കെ കേട്ട് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. അർണാബ് ഗോസ്വാമി എന്തു പറ്റി അദ്ദേഹത്തിന് എന്ന ചോദ്യമാണ് രാജ്യത്ത് ഉയരുന്നത്. ഈ മോദി സർക്കാർ കുത്തകക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന നയമാണ് അനുവർത്തിച്ചു പോരുന്നത് എന്ന് പറഞ്ഞ അർണാബ് ടാറ്റ, ബിർള, നായക് ജയ് ഹേ എന്ന് കോൺഗ്രസിനെ പ്രതിപക്ഷം പാടിയിരുന്നത് എങ്കിൽ കോൺഗ്രസ് ഇന്ന് തിരിച്ചു പാടുകയാണ് അംബാനി, അദാനി, നായക് ജയ് ഹേ എന്ന്. ആരവല്ലി മലനിരകളുടെ വിഷയത്തിൽ അർണാബ് വീണ്ടും മോദിയെ അടിക്കാൻ വടിയെടുത്തു. രാജസ്ഥാൻ മുതൽ ഡൽഹി വരെ വീണ്ടുകിടക്കുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ മലനിരകൾ, ഡൽഹിയിലെ പ്രധാന ജലസ്രോതസ്സും ശുദ്ധവായു നൽകുന്ന ഒരു വലിയ സ്രോതസ്സുമാണ് ആരവല്ലി വനനിരകളും മലനിരകളും. അവിടെ ഖനനം നിയന്ത്രണമില്ലാത്ത വിധം വർദ്ധിപ്പിക്കുന്ന സുപ്രീം കോടതി ഉത്തരവ് വഴി 100 മീറ്റർ ഉയരമുള്ള കുന്നുകൾ മാത്രം സംരക്ഷിച്ച് ബാക്കി വരുന്ന പർവ്വതനിരയുടെ 90% നിയമസംരക്ഷണത്തിന് പുറത്താണ്. ഇത് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വ്യാപക വനനശീകരണത്തിനും ഖനനത്തിനും വഴിയൊരുക്കും എന്ന് അർണാബ് വിളിച്ചു പറയുകയാണ്. ഇതിലൂടെ കടുത്ത ജലക്ഷാമവും ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് വായു മലിനീകരണ തോതും വർദ്ധിപ്പിക്കുമെന്നും തുറന്നടിച്ചു. 200 വർഷം പഴക്കമുള്ള പാരിസ്ഥിതിക വ്യവസ്ഥിതിയെ തകർക്കുന്ന ഏത് നിയമമാണ് ജനാധിപത്യത്തിൽ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് സേവ് ദ ആരവല്ലി എന്ന #ലൂടെ അർണാബ്. പ്രധാനമന്ത്രിയുടെ ഓഫീസും പരിസ്ഥിതി മന്ത്രാലയവും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ അർണാബിന് വേണ്ടി റിപ്പബ്ലിക്കൻ ചാനലിന് വേണ്ടിയും PR പണിയെടുത്തിരുന്ന സംഘിക്കൂട്ടങ്ങൾ ഇപ്പോൾ തൃശങ്കുവിലായിരിക്കുകയാണ്.
അർണാബിനൊപ്പം മോദിയുടെ പ്രിയങ്കരനായ സുധീർ ചൗധരി എന്ന മാധ്യമ പ്രവർത്തകന് ഭാരത സർക്കാർ 15 കോടി ശമ്പളം നൽകുന്ന അവതാരകരിലേക്ക് എത്തിച്ചതും അർണാബ് ഉന്നമിച്ചു. സംഗതി ഇതാണ്, BJP പഴയ പോലെയുള്ള പരിഗണന നൽകുന്നില്ല തനിക്ക് എന്നത് മാത്രമല്ല, മോദി തനിക്കെതിരെ നീക്കങ്ങൾ തുടങ്ങിയോ എന്ന ആശങ്കയും അർണാബിൽ ഉരുത്തിരിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. മുൻപ് BJP സർക്കാർ നടപ്പിലാക്കിയ നോട്ട് നിരോധനം, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, CIA തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പൊന്തിവന്ന വിഷയങ്ങളെ ദേശവിരുദ്ധമെന്ന് വിളിച്ച് മോദി സർക്കാരിനായി ക്യാമറ തിരിച്ച അർണാബ് മോദി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി അഭിമുഖം അനുവദിച്ച മാധ്യമ പ്രവർത്തകനായി. റിപ്പബ്ലിക് TVയുടെ തുടക്കത്തിൽ അന്ന് MP ആയിരുന്ന ഇന്നത്തെ സംസ്ഥാന BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് നിക്ഷേപമുണ്ട് എന്നതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ ഇന്ന് മോദിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞ് ആഞ്ഞടിക്കുകയാണ്. മോദിയുടെ വോട്ടുകൊള്ള ഇന്ന് മോദിക്ക് തീർത്താൽ തീരാത്ത തലവേദനയായി രാജ്യത്ത് ആളിപ്പടരുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് അലയടിക്കും. മോദി രാജ്യത്ത് ചെയ്തു കൂട്ടിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വഴി ജനം മോദിയെ ഇപ്പോൾ തന്നെ കൈവിട്ട് കഴിഞ്ഞു. രാജ്യത്ത് രാഹുൽ ഗാന്ധി പുതിയ താരോദയമായി ഉയർന്നു വരികയാണ്. കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ എത്തുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ മോദിയെ അതുവരെ പുകഴ്ത്തിയ നാവ് കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയുള്ള ചുവട് മാറ്റമാണോ ഇത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ നോട്ടം. മോദി മീഡിയ ബെൽറ്റിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം. അതിന് സർക്കാരിനെ വിമർശിക്കുക എന്നതാണ് എളുപ്പമാർഗം. മോദിയുടെ പ്രിയപ്പെട്ട അദാനി NDTV ഏറ്റെടുത്ത ശേഷം മോദിയുടെ ഇടപെടൽ അർണാബിനെ നന്നായി ബാധിച്ചിട്ടുണ്ട്. തീർത്തും അവഗണനാ മനോഭാവമാണ് മോദി ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ഇദ്ദേഹം തൻ്റെ നിലപാടുകൾ മാറ്റി മോദിക്കെതിരെ പടപ്പുറപ്പാട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മോദിക്ക് മുന്നിൽ ഇനി ഗതിയെന്ത് എന്ന ചോദ്യം ഉയരുകയാണ്. മോദിക്കൊപ്പം നിന്നവരൊക്കെ മോദിയെ കൈവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അർണാബിനെ പോലെയുള്ള ഒരു മാധ്യമ സ്രാവ് മോദിയോട് ഇടയുമ്പോൾ അത് മോദിക്കൊപ്പം ഇക്കാലം അത്രയും കൂടെ നിന്നതിന് ശേഷമുള്ള ഇത്തരമൊരു മാറ്റം രാജ്യം ഉറ്റുനോക്കുക തന്നെയാണ്. ഒരുപക്ഷേ അർണാബിനും റിപ്പബ്ലിക്കൻ TVക്കും മേൽ പിടി വീഴുമോ എന്നതും മറ്റൊരു മാധ്യമ വേട്ടയ്ക്ക് മോദി തുടക്കം കുറിക്കുമോ എന്നതും രാജ്യം നിരീക്ഷിക്കുകയാണ്. പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച അർണാബിൻ്റെ അടുത്ത സർക്കാർ വിരുദ്ധ നീക്കം എന്താണ് എന്ന് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാജ്യം. മോദിക്ക് ഇതൊരു തലവേദനയായി രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ മോദി എത്തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യും എന്ന ആശങ്കയും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരു റിപ്പബ്ലിക്കൻ TVയുടെ മേലുള്ള കടന്നാക്രമണമായിരിക്കില്ല, രാജ്യത്തെ മുഴുവൻ മീഡിയയ്ക്ക് മേലേക്കുമുള്ള മോദിയുടെ കടന്നാക്രമണമായിരിക്കും വരാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് രാജ്യത്തെ മോദി സ്തുതി പാഠകരെ ഒഴിച്ചു നിർത്തിയുള്ള മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ ആശങ്കയിൽ ആണിപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.